പ്രിയപ്പെട്ടവർ, ഈ പാട്ട് പാടുമ്പം ഒരു പാട്ടായിട്ട് പാടില്ല, അതൊരു പ്രാർത്ഥനയായിട്ട്. നമുക്ക് ആവശ്യം ഇന്ന് കർത്താവിന്റെ ആ ടച്ച്. വി നീഡ് ഹിസ് ടച്ച്. ഇത് പ്രാർത്ഥനാപൂർവമായിട്ട് നമുക്ക് പാടാം. യേശുവേ, ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. നിങ്ങൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്ക് അത് പാടാമെങ്കിൽ നിങ്ങളുടെ ഹൃദയം തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ പാട്. നിങ്ങൾ പാടത്. നമ്മൾ ഈശോയുടെ സന്നിധിയിൽ വരാൻ പോകുന്ന ഈ സമയങ്ങൾ, ബ്രദർ സജിത്തിന്റെ വചനങ്ങൾ വരുന്ന മുമ്പേ ആ വചനം വരുമ്പോൾ നമുക്കെല്ലാം മാറ്റം വരാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് മതി, വേറെ ഒന്നും വേണ്ട. ഒന്നുകൂടെ പാടാം നമുക്ക്. യേശുവേ, ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. എല്ലാവരും ഹൃദയം തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് പറ, കർത്താവേ, ഞങ്ങൾക്ക് ഇന്ന് വേറെ ഒന്നും വേണ്ട. കർത്താവ്, നീ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ഇന്നൊരു വാക്ക്, വചനം ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് അത് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കും. അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി തരും ദൈവമേ. അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ പാടും. യേശുവേ, എൻ പ്രിയനെ എന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. നാം അപ്പസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുവചനം. പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് നിറഞ്ഞു. ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ, ആ വചനം നാം ശ്രവിക്കുമ്പോൾ, ആ വചനം നാം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അഭിഷേകമായി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അനുഗ്രഹീതമായ സമയമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തില് 42-ാം അധ്യായം 15-ാം തിരുവചനം. ദൈവം തന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടും. ദൈവം തന്റെ പ്രവൃത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ പ്രവർത്തിക്കുന്നത് തന്റെ തിരുവചനത്തിലൂടെയാണ്. തിരുവചനം അയച്ചാണ് എന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ആകയാൽ ഇന്നത്തെ ശുശ്രൂഷ ഒരു പുതിയ വചനത്തിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ, ഈ വചനം കേൾക്കുന്ന മാത്രയിൽ തന്നെ വലിയ അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുവാൻ, വലിയ അനുഗ്രഹത്തിന്റെ കൃപ കൊണ്ട് നാം നിറയുവാൻ, നമ്മളിലുള്ള രോഗപീഠകളും രോഗാണുക്കളും നിർവീര്യമായി തീരുവാൻ, എല്ലാ പൈശാചിക ശക്തികളും ബന്ധിക്കപ്പെടുവാനുള്ള ഉന്നതമായ അഭിഷേകം ഈ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുവാൻ നമ്മെ എല്ലാവരെയും കർത്താവിന്റെ തിരുമുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട്
നമുക്കൊരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ നന്ദി, കർത്താവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ നന്ദി, പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിക്കുന്ന കർത്താവേ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to you, Lord. നമ്മൾ ആ പാട്ട് പാടുക, അത് മാത്രം ഒരു വരി ഒന്നുകൂടെ പാടാം. ഒരുങ്ങി നമ്മുടെ ഹൃദയങ്ങളെല്ലാം ഒരുക്കി കർത്താവിൻ്റെ വചനം റിസീവ് ചെയ്യാനുള്ള ആ സമയങ്ങൾ കർത്താവിൻ്റെ തിരക്തം കഴുകി ഓരോ വചനം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് നമുക്ക് കർത്താവിൻ്റെ സിംഹാസനം മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക, വിശ്വസിക്കുക. ഒന്നുകൂടി ഈശോയുടെ മുഖം നോക്കിക്കൊണ്ട് പറയുക, ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും മാറ്റം വരാനും സൗഖ്യം കിട്ടാനും അത്ഭുതം നടത്താൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ഒന്നുകൂടെ പാടുക എല്ലാവരും കൂടെ. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട വചനം മത്തായി സുവിശേഷം 8 കേട്ട കണക്ക് എൻ്റെ കർത്താവെ ഒരു വാക്ക് മതി, അത്ഭുതം നടക്കാൻ ഒരു വാക്ക് മതി. ഇന്ന് ബ്രദർ സജിത്തിന്റെ വായിന്ന് വരുന്ന നിന്റെ വാക്കുകൾ വരുമ്പം ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ, have mercy Lord, have mercy on us. You know what we need. അവസാനമായിട്ട് ഒന്നുകൂടെ കർത്താവിന്റെ സിംഹാസനം മുമ്പിൽ നിന്ന് ഈശോ വലത്ത ഭാഗത്ത് ഇരുന്നുകൊണ്ട് നമ്മൾ കർത്താവിന്റെ മുഖം നോക്കിക്കൊണ്ട് ഒന്നുകൂടെ നമുക്ക് പാടാം. യേശുവിന്റെ നാമം വിളിച്ചുകൊണ്ട്, യേശുവൻ പ്രിയനെ, യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. For the last time, യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്ക് മതിയെനിക്ക്. Hallelujah. Thank you, Lord. We praise you. Glory to you, Lord. Hallelujah. Andi shararabara. Hallelujah. Hallelujah. യേശുവേ അത്ഭുതം ചെയ്തവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു.
സിസ്റ്റർ ഗ്രേസ് ഈ പാട്ട് പാടുന്ന മുമ്പ് നമുക്ക് ഒരു വചനം എടുക്കാവോ? നമുക്ക് മത്തായിയുടെ സുവിശേഷം 22:36 മുതൽ 40 വരെ വായിച്ചു. ഓക്കെ. ഗുരു, നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ്? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. അതായത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ 2 കൽപ്പന സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ വചനം കർത്താവ് 10 കൽപ്പനകൾ ഇതെല്ലാം ഒതുക്കി 2 ആക്കി മാറ്റി. ലവ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ മൈൻഡ്, സോൾ ആൻഡ് സ്ട്രെങ്ത്, and love your neighbor as yourself. And on these 2 commandments hang the entire law. ഇതാണ് അടിസ്ഥാനമായ സംഭവം. നമുക്ക് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ സ്നേഹിക്കാനും നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കാനും ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. On these 2 laws hang the entire Christian life. പ്രിയപ്പെട്ട, നമുക്ക് അറിയാവുന്ന ഒരു ഗാനമാണ് ഇംഗ്ലീഷിലെ മോർ ലവ് മോർ പവർ. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ കൂടുതൽ ശക്തി, കൂടുതൽ സ്നേഹം ഒഴുകാൻ വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വി സിംഗ് ദാറ്റ് സോങ്. അതിൻ്റെ മലയാളം കൂടെ ഉണ്ട്, സ്നേഹമായി ശക്തിയായി. നിങ്ങൾക്ക് അറിയായിരിക്കും, പക്ഷേ എൻ്റെ ഒപ്പം പാടാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു. More love, more power, more of you in my life. More love, more power, more of you in my life. I will worship you with all of my heart. I will worship you with all of my mind. I will worship you with all of my strength. For you are my God. You are my God. For you are my God. You are my God. English onnude paada. More love, more power, more of you in my life. More love, more power, more of you in my life. I will worship you with all of my heart. I will worship you with all of my mind. I will worship you with all of my strength. For you are my God. You are my God. For you are my God. You are my God. നമുക്ക് മലയാളത്തിൽ പാടാം. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്ന് നിറയണമേ. അത് നിങ്ങൾ എൻ്റെ ഒപ്പം പാടിക്കോ. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് പാടുമ്പോൾ അതൊരു പ്രാർത്ഥനയായിട്ട് പാടണം. മോർ ലവ്, മോർ പവർ, മോർ ഓഫ് യു ഇൻ മൈ ലൈഫ്. സ്നേഹമായി ഒഴുകി വരണമേ കർത്താവേ. നമുക്ക് പ്രാർത്ഥനാപൂർവമായിട്ടൊന്ന് പാടാം, മലയാളത്തിൽ പാടാം. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. നിങ്ങളൊന്ന് പാടിക്കേ. സ്നേഹമായി
ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. ഒന്നാണ് പാടിക്കേ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ മനസ്സോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ശക്തിയോടെ. എൻ യേശുവേ എൻ ദൈവമേ, എൻ യേശുവേ എൻ ദൈവമേ. ഗ്രേസ് മോളെ ഒന്ന് പാടിക്കേ, അതൊന്ന് പ്രാർത്ഥിച്ചേ, ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചേ, കൂടുതൽ അഭിഷേകം കിട്ടാൻ വേണ്ടിട്ട്. മോർ ലവ്, മോർ പവർ, ഫുൾ പവർ വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഞങ്ങളുടെ സ്നേഹസമ്പന്നനായ ഈശ്വനാഥ, കൂടുതൽ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുവാൻ, കൂടുതൽ ആത്മാ അഭിഷേകത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഓരോരോ നിമിഷങ്ങളിലും അഭിഷേകം പ്രാപിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. More love, more power, more of you in my life. More love, more power, more of you in my life. I will worship you with all of my heart. I will worship you with all of my mind. I will worship you with all of my strength. For you are my God. Oh, you are my God. For you are my God. You are my God. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ മനസ്സോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ശക്തിയോടെ. എൻ യേശുവേ എൻ ദൈവമേ, എൻ യേശുവേ എൻ ദൈവമേ. അവസാനമായിട്ട് ഒന്നുകൂടെ പാടാം മലയാളത്തിൽ. സ്നേഹമായി സ്നേഹമായി ഒഴുകി വരാൻ വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് പാടാം. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്നേഹമായി ശക്തിയായി എന്നിൽ വന്നു നിറയണമേ. സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ മനസ്സോടെ, സ്തുതിച്ചിടും ഞാൻ പൂർണ്ണ ശക്തിയോടെ. എൻ യേശുവേ എൻ ദൈവമേ, എൻ യേശുവേ എൻ ദൈവമേ, എൻ യേശുവേ എൻ ദൈവമേ, എൻ യേശുവേ എൻ ദൈവമേ. Hallelujah, we praise you, Lord. Glory to you, Lord. Hallelujah. Yahweh നന്ദി, റൂഹായി സ്തോത്രം. Glory to you, Lord. Hallelujah.
ഹല്ലേലൂയ. 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 കൊളോസ്സസ് ലേഖനം 2-ാമത്തെ അധ്യായം. കൊളോസ്സസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ ഇന്ന് നമുക്ക് 1 hour കിട്ടുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഡയറക്റ്റ് വാക്യത്തിലേക്ക് കടന്നു പോവാം. നിങ്ങൾക്ക് കഴിവുള്ളവർക്കൊക്കെ ഇന്നത്തെ സൺഡേ ലൈവിൽ ജോയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ സൺഡേ ലൈവ് മീറ്റിംഗ് ആരംഭിക്കുകയാണ്. കൊളോസ്സസ് ലേഖനം 2-ാമത്തെ അധ്യായം നമ്മൾ ആരംഭിച്ചത് കർത്താവായ യേശുവിനെ 6-ാമത്തെ വാക്യത്തിലാണ്. കർത്താവായ ക്രിസ്തു യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. ഹല്ലേലൂയ. യേശുവിനെ സ്വീകരിച്ചു, ഇനി എന്താ? അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. കർത്താവായ യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുവെങ്കിൽ ഇനി അവനിൽ ജീവിക്കുവിൻ. അതാണ് യേശുവിനെ സ്വീകരിച്ചു, അവിടെ കൊണ്ട് തീരുന്നില്ല ഉത്തരവാദിത്വം. അല്ല, യേശുവിനെ സ്വീകരിച്ചു ഇനി എങ്ങനെയാകാം എന്നല്ല. യേശുവിനെ സ്വീകരിച്ചു ഇനി അങ്ങോട്ടെല്ലാം വേറെ രീതിയിൽ, അങ്ങനെയൊന്നും അല്ല. കർത്താവ് യേശുവിനെ സ്വീകരിച്ചോ, അവിടെ നമ്മൾ തുടങ്ങുകയാണ് അവനിൽ ഉള്ള ജീവിതം, യേശുവിൽ ഉള്ള ജീവിതം. അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും അവനിൽ പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചും കൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിനെ യോജിക്കാത്തതും, നമ്മൾ ആ ഭാഗം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് വന്നിട്ട് വീണ്ടും കേൾക്കുകയായിരുന്നു. അവനിൽ, ഇൻ ക്രൈസ്റ്റ്, അവനിൽ ജീവിക്കുവീൻ എന്ന ആ പദം നമ്മൾ എടുത്തിട്ട് പറയുകയാണ്. എന്തുകൊണ്ട് അവനിൽ ജീവിക്കുവീൻ? ഞാൻ ഇന്നലെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കുകയാണ്, ഇന്ന് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി. എന്തുകൊണ്ട് അവനിൽ ജീവിക്കുവീൻ? ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഡ്വെൽസ്. അവനിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നത്. അത് നമ്മൾ വായിച്ചത് കൊളോസ്സോസ് 2:9 വാക്യം. കൊളോസ്സോസ് 2:9 ഒന്ന് വായിക്കാമോ? ഗ്രേസ് മോൾ ഒന്ന് വായിക്കാമോ? കൊളോസ്സോസ് 2:9. ഓക്കെ. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. ഓക്കെ. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് താഴെ നമ്മൾ പറയുന്നത് എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. നമുക്കും പൂർണ്ണതയിലേക്കുള്ള, നമുക്കും ഫുൾനെസ്സിലേക്കുള്ള അല്ലെങ്കിൽ പൂർണ്ണതയിലേക്കുള്ള ഒരു പണിതുയർത്തപ്പെടൽ ഉണ്ട് എന്ന് വചനം പറയുന്നു. പൂർണ്ണതയിലേക്കുള്ള ഉയർത്തപ്പെടൽ, പൂർണ്ണതയിലേക്കുള്ള വേരുറപ്പിക്കപ്പെട്ടുള്ള വളർച്ച, വേരുറപ്പിക്കപ്പെട്ട് പൂർണ്ണതയിലേക്ക് പണിയപ്പെടുന്ന വളർച്ച. അപ്പൊ ആ വളർച്ചയ്ക്ക് ഇനി പുറത്തുനിന്നൊന്നുമില്ല, എല്ലാം അകത്തുനിന്നാണ്. കാരണം നമ്മളുള്ള സ്ഥലം ദൈവത്വത്തിന്റെ പൂർണ്ണത മൂർത്തീഭവിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. We are in a safe place, the place where all the divinity, all the fullness of God എന്ന് പറയുമ്പോൾ ആ ടോട്ടാലിറ്റി ഓഫ് ഗോഡ് dwells. അവിടെയാണ് നമ്മൾ പണിതുയർത്തപ്പെടുന്നത്, അവിടെയാണ് നമ്മൾ വേരുറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവിടുന്ന് നമുക്ക് എല്ലാം ലഭിക്കുകയാണ്. എല്ലാം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അതും താഴേക്ക് വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, അവിടുന്ന് നമുക്ക് പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. 11-ാമത്തെ വചനം അല്ലെ? അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ പരിച്ഛേദനം. ഇത് ഇന്നലെ നമ്മൾ തൊട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ പൂർണ്ണ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ നിർമ്മാർജ്ജനം അധമവാസനകളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനം. അത് ഇംഗ്ലീഷിൽ ഇന്നലെ നമ്മുടെ മാത്യു ബ്രദർ വായിച്ചപ്പോൾ അത് വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. അതായത് അവിടെ റിമൂവിങ് ആണ്, പുട്ടിങ് ഓഫ് ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ്. അതാണ് ഈ പരിച്ഛേദനം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ജീസസിലാണ് നമ്മൾ കണ്ടത്. ജീസസിന്റെ ബോഡിയിൽ സിന്നിനെ സ്വീകരിച്ചിട്ട് ദാറ്റ് ബോഡി പുട്ടിങ് ഓഫ് ആക്കി. ദാറ്റ് ഈസ് വാട്ട് ക്രൂസിഫിക്ഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ജീസസിന്റെ ബോഡിയിൽ ഹി became sin for our sins. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പാപമായി മാറി.
പാപിയായി മാറിയെന്നല്ല, പാപമായി മാറി. ആ വാക്യം വേണമെങ്കിൽ ഒന്ന് എടുത്ത് വായിക്കാം. എന്നിട്ടാണ് നമ്മൾ അടുത്തത് കാണുന്നത്. അങ്ങനെ പാപമായി യേശു മാറിയപ്പോഴാണ് ആ വാക്യം റോമൻസ് 8:3 വായിച്ചു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. വേറൊരു വാക്യം അതൊക്കെയാണ്. ഈ വാക്യം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമുള്ളത്. പാപം അറിയാത്തവനെ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പറയുന്ന ആ ഒരു, ഞാനത് എടുത്തോട്ടെ. 2 Corinthians 5:20. ആ 2 അത് നമുക്ക് 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കി, എന്തെന്നാൽ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അത് ശരിക്കും നിർത്തി നിർത്തി വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. എന്തെന്നാൽ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. പാപം അറിയാത്തവനെ എത്ര മണിക്കൂറുകൾ വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ? നാം അവനിൽ, ഞാൻ അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. ഞാൻ അവനിൽ നീതി, അങ്ങനെയല്ല, ഞാൻ ഐ ഷുഡ് റൈച്ചസ് ത്രൂ ദി റൈച്ചസ്നെസ് ഓഫ് ഗാഡ്. അതാണ് ഞാൻ അവനിൽ നീതിയാകേണ്ടതിന്, റൈച്ചസ്നെസ് ആകേണ്ടതിന്. എന്നാ ചെയ്തു ഗ്രേസ് മോളെ? പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചോ, മനോഹരമാണ് ഇംഗ്ലീഷിലെ യൂസേജ്. വായിക്കാമോ? For our sake he made him to be sin who knew no sin. Oh, see. So that in him we might become the righteousness of God. He became sin. Father made him sin. For our sake he made him to be sin who knew no sin. Knew no sin. പാപം എന്നാന്ന് അറിയത്തില്ലാത്ത ആള് പാപമായി. ഫോർ അവർ സിൻ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അപ്പൊ അവിടെയാണ് പുട്ടിങ് ഓഫ് ദ ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. അവന്റെ ശരീരത്തെ പാപം ഉള്ള ശരീരമാക്കി. പാപമില്ല, ന്യൂ നോ സിൻ ആണ്. ദ ബോഡി ന്യൂ നോ സിൻ became sin for our sins, so that അതിന്റെ നേരെ റിട്ടേൺ വരിക. We became righteousness of God through Jesus Christ. നമ്മൾ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്. അതിന്റെ ലോജിക്ക് എത്ര ചിന്തിച്ചാലാണ് മനസ്സിലാകുന്നത്. കാരണം നമുക്കറിയാം, കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായമാണ് അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷയാണ് വിശദീകരിക്കുന്നത്. അപ്പൊ അവിടെ ഏറ്റവും ഭയങ്കര ഒരു ഫിലോസഫിക്കൽ തോട്ടാണ് പൗലോസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, അവതരിപ്പിക്കുന്നത്. പാപം അറിയാത്തവനെ, ന്യൂ നോ സിൻ ആണ്, became sin for our sins. ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കുക. അവനിലുള്ളത് നമ്മിലേക്കും, നമ്മിലുള്ളത് അവനിലേക്കും. ഡിവൈൻ എക്സ്ചേഞ്ച് ആണ്. എക്സാക്ട്ലി. ഡോക്ടർ ഒന്ന് പറയാമോ അത്? We were sinful. Father put that sin on Jesus, so that what we deserved, Jesus took it, and what Jesus deserved, the righteousness came to us. Putting off the body of flesh എന്ന് പറയുന്നത് പരിച്ഛേദന ഇങ്ങനെ സംഭവിച്ചു. അതാണ് പറയുന്നത്. പരിച്ഛേദന ബേസിക്കലി ശരീരത്തിന്റെ ഒരു അംശം
മുറിച്ചു കളയുന്നതായിരുന്നു പഴയ നിയമത്തിൽ, അല്ലെ? Yes. ബട്ട് ന്യൂ ടെസ്റ്റ്മെന്റ് വന്നപ്പം പരിച്ഛേദന എന്ന് പറയുന്നത് റിമൂവിങ് ഓഫ് ദി ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് ആണ്. Hallelujah. അപ്പൊ ആ ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് എങ്ങനെയാ റിമൂവ് ചെയ്തെന്ന് പറയുകയാണ്. On the cross. How our old body of flesh being removed? That is on the cross. അതെവിടെയാ? ജീസസിന്റെ ഓൾഡ് ബോഡി. ആ ബോഡി റിമൂവ് ചെയ്യുകയാണ്. ഏതാ ജീസസിന്റെ ഓൾഡ് ബോഡി? ജീസസിന്റെ ബോഡി, ഓൾഡ് ബോഡി അല്ല, എന്റെ ഓൾഡ് ബോഡി, ജീസസിന്റെ ബോഡി. Flesh വന്ന ബോഡി. ഫ്ലഷ് വന്ന ഇൻകാർണേറ്റഡ് ബോഡി. That incarnated through the removing of the incarnated body of Jesus, there the real exchange, divine exchange took place. അതാണ് ഡോക്ടർ എലീസയ്ക്ക് മനസ്സിലാവുന്നുവല്ലോ. എന്നാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. നമ്മുടെ ദൈവം നമ്മുടെ പാപം ദൈവത്തിന്റെ മേൽ ചുമത്തിയിട്ട് നമ്മള് ദൈവം കുരിശിൽ ചെന്നു നമ്മുടെ പാപം ഏറ്റെടുത്തു. നമ്മള് ഒരിക്കലും യേശു പാപം ചെയ്തിട്ടില്ല, പക്ഷെ നമ്മളെ റിഡീം ചെയ്യാൻ വേണ്ടി ദൈവം നമ്മുടെ പാപം എടുത്ത് ക്രൂശിൽ മരിച്ചു. Knew no sin ആണ്, became sin for our sins, so that we became righteous in righteousness in Christ. അപ്പൊ അവിടെ ജീസസിൽ സംഭവിച്ചത് എക്സാക്ട്ലി ഡോക്ടർ എലീസ പറഞ്ഞതുപോലെ പുട്ടിംഗ് ഓഫ് ദ ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് ആണ്. അങ്ങനെ ആ പുട്ടിംഗ് ഓഫ് ദി ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് ചെയ്തപ്പം, പഴയ ശരീരത്തെ നീക്കിയപ്പം, ഐ വാസ് ഇൻ ഹിം. അങ്ങനെയാണ് എനിക്കും അത് കിട്ടിയത്. Jesus did not die. Jesus did not die for us. He died as us. He did not die for himself, but he died for us in the place Died of as us. us. We were also included. We were also included in that death burial. Yeah. Died as us. Exactly. അത് തന്നെയാണ് ഡോക്ടർ. ആ ഒരു ചിന്തയാണ്. അതായത് ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നുകൂടെ ശ്രദ്ധിക്കും, ഇത് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ജീസസ് ബോഡി, യേശുവിന്റെ ശരീരം പാപമാക്കി, എന്നിട്ട് അതെന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക ക്രോസില്. അപ്പം ഞാൻ യേശുവിൽ ഉണ്ടായിരുന്നു. സോ ത്രൂ ദി റിമൂവൽ ഓഫ് ഹിസ് ബോഡി, ആക്ച്വലി ഫോർ മീ ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ സർക്കംസിഷൻ, ബിക്കോസ് ഐ വാസ് ഇൻ ഹിം. അതാണ് രഹസ്യം. അത് താഴേക്ക് വായിക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അത് ഒരു ഇതെടുത്തേ, കൊളോസോസ് എടുത്തേ. ഇപ്പൊ അത് കിട്ടത്തില്ല, പക്ഷെ താഴോട്ട് വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. കൊളോസോസ് 2-ാം അധ്യായത്തിന്റെ അവനിൽ പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകൊണ്ടുള്ള പരിച്ഛേദന അല്ല. 11-ാമത്തെ വാക്യം, അവനിൽ. വായിക്കാം. അവനിൽ നിങ്ങളും പരിച്ഛേദനം. അവനിൽ നമുക്ക് സർക്കംസിഷൻ അവനിലാണ്. കണ്ടോ പോയിന്റ്? കണ്ടോ? നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത മൈ സർക്കംസിഷൻ ഇസ് ഇൻ ഹിം. എന്റെ പരിച്ഛേദന അവനിലാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം? അവനോട് ഐക്യപ്പെടണം. അതുകൊണ്ടാണ് ഇന്ന് അവനോട് ഐക്യപ്പെടുക എന്ന് പറയുന്നത് ത്രൂ ദ ബാപ്റ്റിസത്തിൽ നടക്കുന്നത്. തലകുലുക്ക മനസ്സിലായെങ്കിൽ അവനിലാണ്. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചോ പ്ലീസ്. ആ വാക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കണ്ടോ? അവനിൽ നിങ്ങളും. നിങ്ങൾ പരിച്ഛേദനം സ്വീകരിച്ചു എന്നല്ല, അത് പറയുന്നുണ്ട്. അത് മേളില, അത് മേളിൽ പറഞ്ഞിട്ടാ താഴേക്ക് പറയുന്നത്. ദൈവത്വത്തിന്റെ പൂർണ്ണത മുഴുവൻ അവനിൽ ആണ് മൂർത്തി ഭവിച്ചിരിക്കുന്നത്. എല്ലാ ആധിപത്യങ്ങളുടെയും ശിരസായി അവനിലാണ് നിങ്ങൾ പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്.
സോ അവിടെ നമ്മളെല്ലാം കാണുന്നത് ഈ അവനിൽ 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 എന്നുള്ള പദമാണ്. ഇൻ ഹിം 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 എന്നുള്ള പദമാണ്. അവനിൽ നിങ്ങൾ പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാം, കൈകൊണ്ട് നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിന്റെ അധമവാസനകളെ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പരിച്ഛേദനം ജ്ഞാനസ്നാനം വഴി. കണ്ടോ, അതുമായിട്ടുള്ള കണക്ഷൻ പറയുക. അവനിൽ അത് സംഭവിച്ചു. എവിടെ? ദ ഓൾഡ് ബോഡി ഈസ് ബീൻ റിമൂവ്ഡ്. എവിടെ? when Jesus was died on the cross, the old body of flesh was removed. Whose body was removed? Jesus's body. Then what is his relation to me? I was included. I was not excluded. I was included. So it was not merely, it was not Jesus's body alone be putting off, or the Jesus's flesh was not alone off. I was included. So my old body of flesh is also removed on the cross. Hallelujah. Now you have to unite to that. ആ യൂണിറ്റ് ചെയ്യുന്ന രീതിയാണ് ബാപ്റ്റിസം. Life union. Yeah, now you are living a union with that mystery. എന്നാ അവിടുത്തെ രഹസ്യം എന്നാ? രഹസ്യം എന്നാ? രഹസ്യം എന്നാ? ഇതാ രഹസ്യം. ഏതാ? ഇതാ രഹസ്യം. The old body of flesh is being removed on the cross. And I was there in him. ഞാൻ അവനിൽ ഉണ്ടായിരുന്നു. So my old body of flesh is also being removed in him. അവനിൽ സംഭവിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ആ പദം തന്നെ കാണുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. 11-ാമത്തെ വചനം. എന്നിട്ട് പറയുക, എടുത്തു പറയുക, ഇതെന്തല്ല, കൈകളാൽ നിർവഹിക്കുന്ന പരിച്ഛേദനമല്ല. നോട്ട് ലിറ്ററൽ, ബട്ട് ഇറ്റ് ഈസ് സ്പിരിച്വൽ. എന്താ ലിറ്ററൽ? ലിറ്ററൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിരിക്കണം. സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് സംഭവിച്ചാൽ മതി. അതിന്റെ എഫക്ട് എല്ലാവരിലേക്കും വരും. ദിസ് ഇസ് ദ ഡിഫറൻസ്. യു ഗോട്ട് മൈ പോയിന്റ്, റൈറ്റ്? യെസ്. ഞാൻ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് തുറക്കാമോ ഡോക്ടറെ? ലിറ്ററൽ എന്ന് പറയുമ്പോൾ അത് ഇൻഡിവിജ്വൽ ആണ്. പക്ഷെ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ ഒരാളാ മരിച്ചത്, പക്ഷെ എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് വന്നു. അതാ. കാരണം സിന്നിന്റെ എഫക്റ്റ് ഒരാളിൽ നിന്ന് എല്ലാവരിലേക്കുമാണ്. ഒരാപത്തിൽ നിന്ന് സകല മാനവജാതിയിലേക്കും ആ പാപം പകർന്നു. If sin is powerful enough to spread from one person to the last generation, then how much more the righteousness of God will be powerful to reconcile everyone. Hallelujah. അവിടെയാണ് ആ വ്യത്യാസം. അതാ റോമൻസ് നമ്മൾ കാണുന്നത്. കൃപ എത്രയധികം പെരുകി, കൃപ എത്രയധികം, മച്ച് മോർ ദ ഗ്രേസ് അബൗണ്ട് ചെയ്യുകയാണ്. കൃപ എത്രയധികം പെരുകുന്നു അവിടെ നോക്കി. അപ്പം വി ആർ ഇൻ ഹിം, അവനിലാണ്. എന്നിട്ട് താഴേക്ക് വിശദീകരിക്കുമ്പോൾ അവൻ നിങ്ങൾ പരിച്ഛേദന സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുക, കൈകൊണ്ട് നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല. പിന്നെ ഏതാ? കൈകൊണ്ട് നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദന അല്ലെങ്കിൽ പിന്നെ ഏത് പരിച്ഛേദനമാണ്? അവനിൽ നടന്ന പരിച്ഛേദനമാണ്. ഏതാ ഈ അവനിൽ നടന്ന പരിച്ഛേദനം? കുരിശുമരണം. എക്സാക്ട്ലി. ആമേൻ, ആമേൻ. കണ്ട എത്ര ക്ലാരിറ്റിയിലാണത് നമുക്ക് മനസ്സിലാവുന്നത് കണ്ടോ? അപ്പൊ ഇന്നിപ്പോ എന്ത് ചെയ്യുക? വി ആർ യുണൈറ്റിംഗ്. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക? അവനോട് ഐക്യപ്പെടുകയാ. അതെങ്ങനെയാ? 12-ാമത്തെ വാക്യം, ജ്ഞാനസ്നാനം വഴി. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. കേട്ടോ, ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. അവിടെയാണ് രഹസ്യത്തെ വീണ്ടും കണക്ട് ചെയ്യുന്നത്. ത്രൂ ദ ബാപ്റ്റിസം യു ആർ ബറീഡ് വിത്ത് ഹിം. നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അതപ്പോ എപ്പോ നടന്നതാ? എപ്പോ നടന്ന? 2000 years ബാക്ക് നടന്നതാ. അപ്പൊ ഇന്നെന്നാ നടക്കുന്നേ? ഐ ആം യുണൈറ്റിംഗ്. അതുമായിട്ട് ഞാൻ എന്ത് ചെയ്യുക? വണ്ണക്കോടാവുക, യുണൈറ്റ് ചെയ്യുക, എന്നെ യുണൈറ്റ് ചെയ്യുക. അപ്പൊ ത്രൂ ദ സാക്രമെന്റ്സ്. അപ്പൊ സാക്രമെന്റ്സ് ആർ ദി
mystical reality, The invisible grace. yeah, of the invisible thing actualize ചെയ്യുകയാണ്. Hallelujah. കൂദാശയിലൂടെ നടന്ന സംഭവത്തെ നമ്മിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ നടന്ന സംഭവം? പുട്ടിങ് ഓഫ് മൈ ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ്. എന്റെ പഴയ പാപ പ്രകൃതിയുള്ള ശരീരത്തെ മുറിച്ചു മാറ്റുന്ന ക്രിയയാണ് സംഭവിച്ചത്. അതെവിടെയാ സംഭവിച്ചത്? ഓൺ ദ ക്രോസിലാണ് സംഭവിച്ചത്. എങ്ങനെയാ സംഭവിച്ചത്? ജീസസിന്റെ ക്രൂസിഫിക്ഷനിലാണ് സംഭവിച്ചത്. ഹൗ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു മീ? ത്രൂ ദ ബാപ്റ്റിസം ഐ ആം യുണൈറ്റഡ് വിത്ത് ഹിം. അതാ 12ാമത്തെ വാക്യം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടൊപ്പം ഉയർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ? ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകൾ നിമിത്തം പരിച്ഛേദന നിർവഹിക്കാത്തവരുമായിരുന്നു. നമുക്ക് നമ്മളിൽ തന്നെ സർക്കംസിഷൻ ഇല്ലായിരുന്നു. We were strangers and we were away from God's path. അതാ പറയുന്നത്. അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? സോ നമുക്ക് സർക്കംസിഷൻ ഇല്ലായിരുന്നു. സർക്കംസിഷൻ ബേസിക്കലി ഫോർ ദ കവനന്റ് പീപ്പിൾ ആണ്. ജൂസ് ആണ് കവനന്റ് പീപ്പിൾ. അവരോടാ പറഞ്ഞ സർക്കംസിഷൻ ചെയ്യാന്. മനസ്സിലായോ? അപ്പം അൺസർക്കംസൈസ്ഡ് ആയ നമുക്ക് we were not Jews, we were strangers. അതാണ് ഈ കൊളോസസിന്റെ കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത് അപ്പം നമ്മൾ we were uncircumcised and we were strangers. അങ്ങനെ ആയിരുന്നു. But we got circumcision in Christ. യേശുക്രിസ്തുവില് നമുക്ക് സർക്കംസിഷൻ ലഭിച്ചു. എങ്ങനെ യേശുക്രിസ്തു നമുക്ക് സർക്കംസിഷൻ ലഭിച്ചേ? അതാ ഇവിടെ പറയുന്നത്. Through the death of Jesus, the old body of flesh was removed. It was Jesus's old body of flesh was removed, but I was in him, so that my old body of flesh also being removed on the cross. That is the reality. It happened already. Now I am united to that. എങ്ങനെ? Through the baptism. അപ്പം അതുകൊണ്ടാണ് ഇനി ഒരു ശിശുവിന്റെ അടുക്ക പോയിട്ട് ചോദിക്കണ്ട, കൊച്ചേ നീ വിശ്വസിക്കുന്നോ, കൊച്ചേ നീ വിശ്വസിക്കുന്നോ. കൊച്ചു വിശ്വസിക്കും മുമ്പേ അല്ല, കൊച്ചിന്റെ അപ്പം വിശ്വസിക്കും മുമ്പേ ഇത് സംഭവിച്ചത്. ആണോ അല്ലേ ഡോക്ടർ? ജനിച്ചിട്ട് പോലും ഇല്ല. കാരണം 2020 വർഷം മുമ്പ്, ഇപ്പൊ 2020 എന്ന് പറയുന്നത്, ഇനി അനദർ 200 ഇയേഴ്സ് കഴിഞ്ഞാൽ 4000 ഇയേഴ്സ് എന്ന് പറയേണ്ടി വരും. 4000 ഇയേഴ്സ് മുമ്പ് സംഭവിച്ച കാര്യത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ട് എന്നോട് പറയുക വന്ന് യുണൈറ്റ് ചെയ്യാൻ. അപ്പൊ ഇനി അതിന്റെ അകത്ത് ഇൻഡിവിജ്വൽ ഫെയ്ത്ത് അല്ല വരേണ്ടത്. ഇത് ഇനി വേണ്ടി എന്നാന്ന് ചോദിച്ചാൽ he should grow in the individual faith. കാരണം സർക്കംസിഷൻ ദൈവം കൽപ്പിക്കുമ്പോൾ ഓർമ്മയുണ്ടല്ലോ, പഴയ നിയമത്തിൽ when God command the circumcision, even circumcision എന്ന കമാൻഡ്മെന്റിൽ അല്ലെങ്കിൽ കവനന്റിന്റെ അകത്ത് even the slaves were included in the bound servant and the servants were included. അതാണ് അവിടുത്തെ ദാസന്മാരും ബന്ധിക്കപ്പെട്ട ദാസന്മാർ. രണ്ട് ദാസന്മാരുണ്ടായിരുന്നു അവിടെ അബ്രഹാമിന്റെ വീട്ടില്. ഒന്ന് ദാസന്മാരും രണ്ട് ബന്ധിക്കപ്പെട്ട ദാസന്മാരുമായിരുന്നു. പിരീഡ് കഴിഞ്ഞിട്ടും ഞാൻ പോകുന്നില്ല യജമാനെ വിട്ട് എന്ന് പറഞ്ഞ് യജമാനന്റെ വീട്ടിൽ തുടരുന്നവരാണ് ബൗണ്ട് സെർവന്റ് എന്ന് പറയുന്നത്. പിരീഡിനകത്ത് നിന്ന് യജമാനെ സേവിക്കുന്നവരാണ് സെർവൻസ് എന്ന് പറയുന്നത്. കർത്താവിന് ഈ രണ്ട് കൂട്ടരുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കുന്നവരും കാര്യസാധ്യം കിട്ടിക്കഴിഞ്ഞാലും കർത്താവിനെ വിട്ടുപിരിയാത്തവരും, സെർവന്റും ബൗണ്ട് സെർവന്റും. പൗലോസ്ലീഹ അതുകൊണ്ടാണ് ലേഖനം എഴുതുമ്പോ പറയുന്നത്, ഐ എം എ ബൗണ്ട് സെർവന്റ്. എനിക്ക് കാര്യമൊന്നും നടക്കാൻ വേണ്ടി ഞാൻ കർത്താവിന്റെ പുറകെ നടക്കുന്നതല്ല, കാര്യം നടന്നാലും നടന്നില്ലെങ്കിലും നീ എന്റെ ദൈവം. ഓക്കെ, അപ്പം ബൗണ്ട് സെർവന്റ് ആയിട്ട് നിൽക്കുന്നവനും ആ ബൗണ്ട് സെർവന്റിനും കൊടുക്കുക സർക്കംസിഷൻ. എന്നതാ ഈ ബൗണ്ട് സെർവന്റിനും അറിയാന്ന് ആകെപ്പാടെ അറിയാന്ന് അവരുടെ യജമാനായ അബ്രഹാത്തിന് എന്തോ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒന്നും അറിയത്തുമില്ല, അറിയുകയും വേണ്ട. അതാണ് വേറൊരു സത്യം. വേറൊന്നും അറിയത്തുമില്ല, അറിയുകയും വേണ്ട. ദാസന്റെ കൊച്ചിനെ വരെ പിടിച്ച് സർക്കംസിഷൻ കൊടുത്തു. ആ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ സർക്കംസിഷൻ കൊടുത്തു. സർക്കംസിഷൻ കുഞ്ഞിന് കൊടുക്കാഞ്ഞിട്ട് ദൈവത്തിന്റെ കോപം അതിന്റെ മേലെ ജ്വലിക്കാൻ തുടങ്ങി. അപ്പം അവിടെ 8 ദിവസം ജനിച്ച 8 ദിവസം പ്രായമായി കഴിഞ്ഞ കുഞ്ഞിന് കൊടുത്തപ്പം ആ കുഞ്ഞറിഞ്ഞില്ല എന്തിനാ കൊടുക്കുന്നതെന്ന്. അമ്മേന്ന് അങ്ങനെയൊക്കെ പറയും, അമ്മേന്ന് വിളിക്കാൻ പോലും പ്രായമാകുന്നതിന് മുമ്പേ
അതിനെ സ്നാനം കൊടുത്ത എന്നാത്തിനാ? അപ്പൊ തിരിച്ചു ചോദ്യമാണ്, അമ്മയെന്നല്ല, മുഖത്തോട്ട് നോക്കാൻ പോലും, തുറിച്ചൊന്ന് നോക്കാൻ പോലും അറിയത്തില്ലാത്ത പ്രായത്തിൽ കമാൻഡ് ചെയ്തു ദൈവം എന്ത് ചെയ്യാൻ? സർക്കംസിഷൻ കൊടുക്കാൻ. 1ഉം 2ഉം ജനറേഷനിലല്ല, ആദ്യത്തെ ജനറേഷന് മാത്രമേ കമാൻഡ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. പിന്നീട് ജ്യൂസ് മുഴുവൻ ആ കമാൻഡ്മെന്റിന്റെ ഫോളോവേഴ്സ് ആയി മാറി. അബ്രഹാത്തിന്റെ കാലത്ത് ആ കമാൻഡ്മെന്റ് കൊടുത്തേ. പക്ഷേ അബ്രഹാം കഴിഞ്ഞു, ഇസഹാക്ക് കഴിഞ്ഞു, യാക്കോബ് കഴിഞ്ഞു, യോസഫ് വന്നു, യാക്കോബിലൂടെ 12 ഗോത്രങ്ങൾ വന്നു. ആ 12 ഗോത്രത്തിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ രാജ്യം വന്നു. ഇവർക്കാർക്കും പിന്നീട് ഒരു കമാൻഡ്മെന്റ് സർക്കംസിഷന് വേണ്ടി കൊടുത്തിട്ടില്ല. പക്ഷെ അവരുടെ എല്ലാം വീട്ടിലെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ സർക്കംസിഷൻ കൊടുത്തു. കാരണം ആ ഒരൊറ്റ കമാൻഡ്മെന്റ് ഇസ് ഇനഫ്. അതാണ് ബൈബിളിന്റെ ശൈലി. അതെ, നിത്യ ഉടമ്പടി. അവിടെ ഓർക്കുന്നുണ്ടല്ലോ, നമ്മള് അത് പണ്ട് പഠിച്ചപ്പോൾ ഡോക്ടറെ, എറ്റേണൽ കവനന്റ് ആയിട്ട് സർക്കംസിഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്നപ്പോൾ നമ്മൾ സർക്കംസിഷൻ വേണോ എന്ന് ചോദിച്ച് അവിടെ കൗൺസിൽ കൂടിയിട്ട് അവിടെ കാണുന്ന സർക്കംസിഷൻ വേണ്ട, ആക്ട്സ് ചാപ്റ്റർ 15 അപ്പോസ്തല പ്രവൃത്തി 15 ജാതികളിൽ നിന്ന് വരുന്നവരെ അസ്വസ്ഥപ്പെടുത്തണ്ട, അവർ രക്തം ശ്വാസം മുട്ടിച്ചെത്തത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വർജിച്ചിരുന്നാൽ മതി, അവർക്ക് സർക്കംസിഷൻ വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. എറ്റേണൽ കവനന്റ് എന്ന് പറയുന്നു, then why church was not instructed to do so? അപ്പൊ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ചെയ്യണ്ട എന്ന് പറഞ്ഞത് യഹൂദന്റെ സർക്കംസിഷൻ ആണ്. പക്ഷേ മറ്റൊരു സർക്കംസിഷൻ നമുക്കുണ്ട്, അത് റിമൂവിങ് ദ ഓൾഡ് ബോഡി ഓഫ് ഫ്ലഷ് ആണ്. പഴയ ശരീരത്തെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു, കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന, ആത്മീയ പരിച്ഛേദന. അത് എക്സാക്ട്ലി നടന്നത് കർത്താവിലാണ്. ഇന്ന് നമ്മൾ അതിനോട് എന്ത് ചെയ്യുക? യുണൈറ്റ് ചെയ്യുക, വണ്ണക്കോട് ചെയ്യുക. അപ്പൊ ഒന്നുകിൽ ഇന്ന് പുതുതായിട്ട് ഇന്ന് വിജാതീയരായിട്ടുള്ള ഒരാള് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവര് യുണൈറ്റ് ചെയ്യപ്പെടണം. അതുകൊണ്ടാണ് ബാപ്റ്റിസം ഇസ് ഇമ്പോർട്ടന്റ്, സർക്കംസിഷൻ ഇസ് ഇമ്പോർട്ടന്റ്, spiritual circumcision is important. കാരണം old body of sin, old body of flesh is removed on the cross. Same manner, same way, our old body of flesh also being removed through the uniting of the same sacrament, that is baptism. അത് കഴിയുന്നതോടുകൂടെ ഈ സൈറ്റാനിക് ക്ലെയിം അവിടെ ഇല്ലാതാവുകയാണ്. അതാ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾ ഗ്രഹിക്കാൻ താമസിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വട്ടം കറങ്ങി പിന്നെ റോന്തി വെച്ച് നിൽക്കേണ്ടി വന്നത്. മാത്യു ബ്രദർ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അതും കൂടെ ഒന്ന് പറയാമെങ്കിൽ വായിച്ചു വിടാമെങ്കിൽ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവും. പാപങ്ങൾ നിമിത്തം മൃതരും verse 13 എന്ന് വായിച്ചു. And when you were dead in trespasses and the uncircumcision of your flesh, God made you alive together with him when he forgave us all our trespasses. And God made him alive with him. ദൈവം നമ്മെ അവനോട് കൂടെ ജീവിപ്പിച്ചു. It's not I became alive. God made me alive in Christ Jesus. യേശു ക്രിസ്തുവിൽ നമ്മെ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതാണ് രഹസ്യം. ദാറ്റ് ഈസ് എ സീക്രറ്റ്. അപ്പൊ അത് നമ്മൾ ലോജിക്ക് വെച്ച് അളക്കുകയാണ്. എന്നെ എങ്ങനെയാ ജീവിപ്പിച്ചത്? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെ എങ്ങനെയാ ജീവിപ്പിച്ചത്? എടാ, അതുകൊണ്ടാണ് ഇത് രഹസ്യമാകുന്നേ. ബിഫോർ യു വെർ ബോൺ യു ആർ അലൈവ് ഇൻ ക്രൈസ്റ്റ്. ഡോക്ടർ പറയുമ്പോൾ അത് പറയും, ബിഫോർ യു വെർ ഡെഡ് യു ബിക്കേം അലൈവ് ഇൻ ക്രൈസ്റ്റ്. അതെങ്ങനെയാ പറയുന്നത് എന്ന് പറഞ്ഞു? വചനം തന്നെ പറയാം. അല്ല, എഫീഷ്യൻ 1:4 തന്നെ ഉണ്ടല്ലോ, ഈവൻ ബിഫോർ ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ വേൾഡ് ഗോഡ് സോ യു ഹോളി ആൻഡ് ബ്ലെയിംലെസ് ഇൻ ക്രൈസ്റ്റ്. അതിപ്പോ എങ്ങനെ? അപ്പൊ ശരിക്കും പറഞ്ഞ നീ മരിക്കും മുമ്പേ നിന്നെ ജീവിപ്പിച്ചിരുന്നു. നീ മരിച്ചവനാന്ന് നീ അറിയും മുമ്പേ. ഞാൻ മരിച്ചവനാന്ന് ഞാൻ അറിയും മുമ്പേ എന്നെ ജീവിപ്പിച്ചിരുന്നു. അതുകൊണ്ടാ ഇത് രഹസ്യമാകുന്നത്. അതുകൊണ്ടാ പാടുന്നത് രഹസ്യം. പാട്ട് വെക്കാൻ തോന്നും. ഇത് രഹസ്യം എന്ന് പാടുന്നത് എന്തുകൊണ്ടാ? ഇതാണ് അതിന്റെ മിസ്റ്റിസിസം. അതിന്റെ അകത്തുള്ളത് ഇതാണ്. ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ഇത് വെള്ളത്തിന്റെ അകത്തായിരിക്കുന്നത്, ഇത് ഒഴുകുന്ന വെള്ളത്തിന്റെ അകത്തായിരിക്കുന്നത്, ഇത് നമ്മൾ മുക്കി കുറെ സമയം അതിന്റെ അകത്ത് നിൽക്കുന്നതിന്റെ അകത്തായിരിക്കുന്നത്. മനസ്സിലായോ? അവിടെ ആ വ്യത്യാസം മനസ്സിലാകുന്നേ. ഇത് നമ്മള് ഈ പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്ന അവിടെ ചെന്ന് ചെയ്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. ഇത് ശരിക്കും
ഇത് മിസ്റ്റ് ഈ ഒരു ഏതായാലും ഇതൂടെ പറഞ്ഞു പോവാം. ശരിക്കും സഭയുടെ പ്രബോധനം അനുസരിച്ച് മാമോദീസ തൊട്ടി എന്ന് പറയുന്നത് ജനന സ്ഥലമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ബർത്ത് പ്ലേസ് ആണ്. അതുകൊണ്ട് ഇപ്പം കൂദാശകളിൽ ഒന്നാണ് പൗരോഹിത്യം. പൗരോഹിത്യ കൂദാശയിലേക്ക് പോകുന്നവൻ ദേവാലയത്തിൽ പ്രവേശിച്ചിട്ട് ആദ്യം പോയി ചുംബിക്കേണ്ടത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് മാമോദീസ തൊട്ടിയാണ്. കാരണം അവൻ ജനിച്ച സ്ഥലമാണത്. അതായത് നിക്കോദിമോസിനോട് പറയുകയാണ് ജോൺ 2 വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ബോൺ ഓഫ് ദി വാട്ടർ ആൻഡ് ബോൺ ഓഫ് ദി ഫ്ലഷ്, ബോൺ ഓഫ് ദി വാട്ടർ, ബോൺ ഓഫ് ദി സ്പിരിറ്റ്. അപ്പൊ ഈ ബോൺ ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബോൺ ഓഫ് ദി വാട്ടർ അല്ലെ ബോൺ ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുന്നത്, ബോൺ ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് ഇന്റർപ്രിട്ടേഷൻ അനുസരിച്ച് ബോൺ ഓഫ് ദി വാട്ടർ ഇസ് ബോൺ ഓഫ് ദ വേർഡ് എന്ന, ബോൺ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് എന്ന. അവിടെയാണ് ആ സൗണ്ട് ടീച്ചിങ്ങിലുള്ള രണ്ട് വ്യത്യാസം കാണേണ്ടത്. ബട്ട് അക്കോർഡിംഗ് ടു കത്തോലിസിസം അല്ലെങ്കിൽ CCC പ്രബോധനം അനുസരിച്ച് ബോൺ ഓഫ് ദി വാട്ടർ എന്ന് പറയുന്നത് വെള്ളം തന്നെയാണ്. വെള്ളം വചനമല്ല, വെള്ളം തന്നെയാണ്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തെ വചനമായിട്ട് വ്യാഖ്യാനിച്ചിട്ട് വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടും ജനനം എന്നാണ് പ്രൊട്ടസ്റ്റന്റ് വ്യാഖ്യാനം അനുസരിച്ച് ആ വാക്യം പോകുന്നത്. പക്ഷേ ശരിയായ വ്യാഖ്യാനം അനുസരിച്ച് വെള്ളം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് മാമോദീസ വെള്ളത്തെ നമ്മള് വെള്ളത്തിലൂടെ ജനനം നടക്കുമെന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മാമോദീസ തൊട്ടി ജനന സ്ഥലം എന്ന് സഭ പഠിപ്പിക്കുന്നത്. ബർത്ത് പ്ലേസ് ആണ്. അവിടുന്ന് തുടങ്ങുന്നേ. കൂദാശകളുടെ കവാടമാകുന്ന മാമോദീസയിലൂടെ കൂദാശ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വിശ്വാസിയും അനുദിനം നടക്കുകയാണ് ഏത് കൂദാശ ജീവിതത്തിലൂടെ. അപ്പൊ അവിടെ അതെങ്ങനെയാ വെള്ളത്തിലൂടെ ജനിക്കുന്നേ? അതാ രഹസ്യം. പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറയുകയാണ്, ഈ വെള്ളത്തെ ആത്മീകമായ വീണ്ടും ജനനത്തിന്റെ കാരണമാക്കി മാറ്റണമേ. കാരണം ഈ വെള്ളത്തിൽ നിന്നാണ് സകലവും ഉളവായത്. നമ്മൾ അങ്ങനെ വായിക്കുന്നത്. ആദിയിങ്കൽ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു. അവിടെ നിന്നാണ് ഫസ്റ്റ് സൃഷ്ടി ആരംഭിക്കുന്നത്. The first creation is started when the Holy Spirit was moving upon the water. Then God said, let us create man. So water ക്രിയേഷന്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ വാട്ടറും ഇതും അത് വിശദീകരിച്ചിരിക്കുകയാണ്. വാട്ടറും ക്രിയേഷനും വിശദീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത് തന്നെ യോഹന്നാൻ ലേഖനത്തിൽ പറയുന്ന 3 പേര് സാക്ഷ്യം പറയുന്നുണ്ട്. ആരൊക്കെയാണ്? ആത്മാവ്, ജലം, രക്തം. ജലവേദ സാക്ഷ്യം പറയുന്ന ജലവേദ. സാക്ഷ്യം പറയുന്ന ജലം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജലമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ആ ജലം ഏതാ? അതാ മാമോദീസ ജലം. അപ്പൊ അവിടെ അന്ന് സംഭവിക്കുന്ന തന്നെ, അന്ന് വാസ്തവത്തിൽ സംഭവിക്കുന്ന വീണ്ടും ജനനമാണ്. ഇത് സംഭവിച്ച ആളോടെ വന്ന് ചോദിക്കും, നിങ്ങൾ വീണ്ടും ജനിച്ചാണോ? അന്നേരം നമുക്ക് കൺഫ്യൂഷനാ, ഞാൻ വീണ്ടും ജനിച്ചായിരുന്നോ? ഞാൻ വീണ്ടും ജനിച്ചായിരുന്നു? അയ്യോ, ഞാൻ വീണ്ടും ജനിച്ചില്ലല്ലോ. അപ്പോഴാ അറിയണ്ടേ മാമോദീസയാണ് വീണ്ടും ജനനം. മാമോദീസ ചെയ്തപ്പോ നമുക്ക് വീണ്ടും ജനനം സംഭവിച്ചത്. അത് കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ക്ലിയർ ആയിട്ട് വിശദീകരിക്കുക. നിങ്ങൾ അവിടെ എടുത്തുനിന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ, ആ റെഫറൻസ് സഹിതം കൊടുത്തിരിക്കുക. സഭ ദൈവത്തോട് അപേക്ഷിക്കുന്നു. എന്തിന്? ഈ വെള്ളത്തിൽ എന്തു വരണം? പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നിട്ട് ഈ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയെ സ്നാപകനോട് ചേർത്ത് ജനിപ്പിക്കേണ്ടതിന് സഭ ദൈവത്തോട് അപേക്ഷിക്കുന്നു. സ്നാപകന്റെ പ്രാർത്ഥന അതാണ്. സ്ഥാനാർത്ഥി സ്നാനം ഏൽക്കാൻ വരുന്നയാള്, സ്നാനം കൊടുക്കുന്നയാളാ സ്നാപകൻ. സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്നാപകൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, ഈ വെള്ളത്തിൽ എന്തു വരണം? പരിശുദ്ധാത്മാവിന്റെ റൂഹ ഖാദീഷ വരണം. ഹലോ, റൂഹ ഖാദീഷ ഇതിന്റെ അകത്ത് ഇറങ്ങി വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് ശരിക്കും ജീസസിന്റെ ബാപ്റ്റിസം സംഭവിച്ചത്. യേശു വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേൽക്കുവാൻ നിന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇങ്ങോട്ട് നോക്ക്, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ
അവന്റെ മേൽ ഇറങ്ങി വരുന്നു. സോ വാട്ടർ ആൻഡ് സ്പിരിറ്റ്, ജീസസ് വാസ് ഇൻ ദ വാട്ടർ ആൻഡ് സ്പിരിറ്റ് ഈസ് കമ്മിങ് അപ്പോൺ. സഭ ഇന്ന് അതിനുവേണ്ടി അപേക്ഷിക്കുന്നത്. സ്നാപകൻ സ്ഥാനാർത്ഥിയുടെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടിയാ. സഭ ദൈവത്തോട് അപേക്ഷിക്കുക, ഈ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ നിൽക്കുന്ന സ്നാപകനാകുന്ന ഞാൻ ദൈവത്തിന്റെ പ്രതീതിയായിട്ട് അപേക്ഷിക്കുന്നു. വെള്ളം വന്നിട്ടുണ്ട്, ഇനി ആത്മാവേ വന്ന് യോജിക്കണമേ. വെള്ളവും ആത്മാവും ചേർന്നുള്ള വീണ്ടും ജനനം സംഭവിക്കണമേ. അങ്ങനെ അവൻ സഭയിലേക്ക് വരണമേ. അങ്ങനെ അവൻ കുദാശകളുടെ കവാടമാകുന്ന മാമോദീസയിലൂടെ പരിശുദ്ധ സഭയിലേക്ക് വരണമേ. അതിനുവേണ്ടി സഭ ദൈവത്തോട് അപേക്ഷിക്കുന്നു. സോ ഈ ഇൻഫ്ലുവൻസ് നിമിത്തം എന്താ വെള്ളം വചനം എന്നുള്ള വ്യാഖ്യാനം അതിന് ഒരടിസ്ഥാനവും ഇല്ല. ഒരിടത്തും വെള്ളം വചനമല്ല. CCC 1225. പ്രീത ബോബി അലക്സാണ്ടർ, താങ്ക് യു. അത് റെഫറൻസ് കിട്ടി കഴിഞ്ഞു, ഇനി ആർക്കും അത് വായിക്കാം. 1225 അത് ക്ലിയർ ആയിട്ട് വിശദീകരിച്ചിരിക്കുക. അപ്പൊ ഇത് കേട്ടിട്ടില്ലാതെയാണ് വീടുകളിൽ വന്നിട്ട് നിങ്ങൾ വീണ്ടും ജനിച്ചാണോ എന്ന് കേൾക്കുമ്പോഴത്തേനും മുട്ടടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുക. അയ്യോ ശരിക്കും ഞാൻ വീണ്ടും ജനിച്ചതാന്ന് ആയിരിക്കുമല്ലേ. എന്നാ ഇനി അവരുടെ കൂടെ പോയി വീണ്ടും ജനിച്ചേക്കാം, അവരുടെ കൂടെ പോയി ഒന്നുകൂടെ മുങ്ങിയേക്കാം, ഒരു 2-3 മിനിറ്റെങ്കിലും വെള്ളത്തിന്റെ അകത്ത് മുങ്ങി കിടന്നേക്കാം. എന്റെ പൊന്നെ, അവിടെ വെള്ളത്തിനല്ല പ്രാധാന്യത. അവിടെ മനസ്സിലായി, അവിടെ വെള്ളത്തിനല്ല പ്രാധാന്യത. അവിടെ ഈ പറഞ്ഞ രഹസ്യത്തിന് പ്രാധാന്യത. ഏതാ? ദ ഓൾഡ് ബോഡി ഓഫ് ഫ്ലെഷ് ഈസ് ബീൻ റിമൂവ്ഡ് ഓൺ ദ ക്രോസ് വെൻ ജീസസ് വാസ് ഓൺ ദ ക്രോസ്. എഫീഷ്യൻ 5:26 ആ ജലത്തെ കുറിച്ച് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അല്ലെ, എഫീഷ്യൻ 5:26 എടുത്തിട്ടാണ് അവർ പറയുന്നത് വെള്ളം വചനമാണ്, അവൻ അവളെ വചനത്തോടു കൂടിയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് the real circumcision that is on the cross, യഥാർത്ഥ പരിച്ഛേദന ഓൺ ദ ക്രോസില. Now we are united to that through the baptism. ഇനി കൊളോസോസ് ഒന്ന് വായിച്ചു നോക്കിയേ, ഭയങ്കര ക്ലിയർ ആ പിക്ചർ. ഓക്കെ, 12ാമത്തെ വാക്യം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസ നിമിത്തം. കണ്ടോ, മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവൃത്തിയിലുള്ള വിശ്വാസ നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവനോടുകൂടെ, അവൻ എപ്പോ ഉയർത്തെഴുന്നേറ്റോ അപ്പോൾ നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഹലോ, രഹസ്യം 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 പരസ്യമാവുക, വേഗം പിടിച്ചോ. നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. എപ്പം? അവിടുന്ന് ഉയർത്തെഴുന്നേറ്റപ്പം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇനി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? അതുമായിട്ട് യുണൈറ്റ് ചെയ്യാൻ പറ്റും. Hallelujah. So it's done. So it's done. Now you can unite. If it is not done, then our baptism is not at all valid. Today our baptism is valid because the removal of the old body of flesh is over on the cross. Amen. 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 Today your baptism is valid because the old body of flesh is being removed on the cross. Now you are united with him. Amen. അവനോട് കൂടെ. ഒന്ന് പറഞ്ഞേ, അവനോട് കൂടെ. അവനോട് കൂടെ. ഹല്ലേലൂയ. 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 എന്തൊരു വലിയ രഹസ്യമാണിത്. ഇതിന്റെ ആ ബ്യൂട്ടി നിങ്ങളൊന്ന് കാണാം. എനിക്ക് ഐ എം ഓൾവേസ് വണ്ടറിങ് ബൈ സീയിങ് ദി മിസ്റ്റിസിസം. ഈ ഒരു രഹസ്യാത്മകത കണ്ട് ഞാൻ അതിശയിക്കുകയാണ്. എന്നെ എപ്പോഴും ചലഞ്ച് ചെയ്യുന്നത് ഈ ഒരു മിസ്റ്റിസിസമാണ്. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞ് അപ്പമായും വെള്ളമായും ഇരിക്കും. അപ്പം ശരീരമായി മാറുന്നു. അതാണ് ഇതിന്റെ മിസ്റ്റിസിസം. Hallelujah.
ഒന്നുകൂടെ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ അപ്പൊ ആയിരിക്കുന്നുവെങ്കിൽ അത് ലിറ്ററലാണ്. ഇത് എന്റെ ശരീരം എന്നാ യേശു പറഞ്ഞ അപ്പം എടുത്തിട്ട് യേശുവിനും വ്യക്തമായിട്ട് അറിയായിരുന്നു കയ്യിലെടുക്കുന്ന അപ്പമാന്ന്, ബോധക്കേടൊന്നും ഇല്ലായിരുന്നു. പെസഹായുടെ നാളിൽ തൃക്കരങ്ങളിൽ എടുത്ത അപ്പമാന്ന് യേശുവിനെ അറിയത്തില്ലായിരുന്നു. അത് അന്നേരത്തേക്കും ക്രൂശീകരണത്തിന്റെ ഏതെങ്കിലും ഭാഗം യേശുവിനുണ്ടായോ? ഇല്ല. ഈ കയ്യിലെടുത്ത അപ്പമാന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും കർത്താവ് പറഞ്ഞു ഇത് അപ്പമല്ല, ഇത് ശരീരമാണ്. ഹലോ, അപ്പൊ അപ്പം അല്ല ശരീരമാണ് ഇത് എന്നുള്ളതാണ് ഇതിന്റെ മിസ്റ്റിസിസം, ഇതിന്റെ മാർമികത, ഇതിന്റെ രഹസ്യാത്മകത. അതുപോലെ തന്നെ വെള്ളം ആത്മാവോട് ചേർന്ന് എന്റെ ഉള്ളിൽ ഒരു ജനനം നടക്കും എന്നുള്ളതാ ഇതിന്റെ രഹസ്യാത്മകത. അത് മാറ്റി വെച്ചിട്ട് ഞാൻ ചോദിക്കാം, വെള്ളമോ? ഏത് വെള്ളം? മിനറൽ വാട്ടർ ആണോ? വെള്ളത്താ ജനനമോ? അതാ അതിന്റെ മിസ്റ്റിസിസം. അതും കമോൺ. അപ്പോസ്തലപ്രവൃത്തി 2:38 വായിച്ചാൽ ക്ലിയർ ഇല്ലേ? ഹല്ലേലൂയ. ഒന്ന് വായിക്കാം. Acts chapter 2:38. Acts chapter 2:38. രഹസ്യം ആദിമ സഭ എന്തോ ചെയ്തെന്നറിയാം. ഇത് രഹസ്യം കൽപ്പിച്ചീശൻ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പൊ പാപമോചനത്തിന് സ്നാനമാണല്ലോ. Baptism for the remission of sin. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. Baptism for the remission of sin. See, baptism is connected to the remission of sins. Sin ഒന്നേ ഉള്ളൂ, rejecting Christ. Sins ഒത്തിരി ഉണ്ട്. സിൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നോക്കിയോ സിംഗുലറാ. സിൻസ് പ്ലൂറലാ. സിൻസ് ഒത്തിരി ഉണ്ട്. കണ്ണിന്റെ ഉണ്ട്, നാക്കിന്റെ ഉണ്ട്, മൂക്കിന്റെ ഉണ്ട്, ചെവിയുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. സിൻസ്. ബാപ്റ്റിസം ഫോർ ദി റെമിഷൻ ഓഫ് സിൻസ്. പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം. അതെങ്ങനെ ഈ പാപങ്ങളുടെ മോചന സ്നാനത്തിലൂടെ ഉണ്ടാകുന്നേ? സ്നാനത്തിൽ you are united with him. ഹല്ലേലൂയ. പാപമോചനം നടന്ന സ്ഥലത്തോട് നിങ്ങൾ എന്ത് ചെയ്യുക? കണക്ട് ചെയ്യുക നിങ്ങളെ കൊണ്ട്. പാപമോചനം നടന്ന സ്ഥലവുമായിട്ട് എന്നെ കണക്ട് ചെയ്യുക കൊണ്ട് ഐക്യപ്പെടുക ഞാൻ ചെയ്യുന്നു. പുട്ടിംഗ് ഓഫ് the old body of flesh. That is അതാ രഹസ്യം. ഇന്ന് സ്തുതി എന്ന് ഘോഷിച്ചുകൊണ്ടിരുന്നു. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. സ്തുതി ആയിരിക്കട്ടെ. കാരണം യുണൈറ്റ് ചെയ്യുക കൊണ്ട്. സ്തുതി എന്ന് ഘോഷിച്ചുകൊണ്ട് മിണ്ടായിരുന്നോളാനാ പറഞ്ഞു. വേറൊന്നും പറയാനില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആരോ എഴുതിയിരിക്കുന്നു ആ വേർഡ്സ് ക്ലിയർ അല്ലെന്ന്. രഹസ്യം, ഇത് രഹസ്യം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒന്ന് ടൈപ്പ് ചെയ്താ, എന്നിട്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് കേട്ടോ. ഇനിയിപ്പോ രഹസ്യം കൊളോസോസിലേക്ക് പോയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയാൻ വന്ന ചിന്ത പറയാൻ ഇതുവരെ സമയം കിട്ടി. ഓക്കെ, 13-ാമത്തെ വാക്യം, കൊളോസോസ് 2:13. നിങ്ങൾ പാപനിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദന നിർവഹിക്കാത്തവരുമായിരുന്നു. പരിച്ഛേദന നിർവഹിക്കാത്തവരായിരുന്നു. നിങ്ങള് പരിച്ഛേദന നിർവഹിക്കാത്തവരായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ എന്നാ ചെയ്തു? നിങ്ങൾ നിർവഹിക്കാത്തവരായിരുന്നു. ഒന്ന് തൊട്ട് പറഞ്ഞേ, ഞാൻ നിർവഹിച്ചിട്ടില്ല. പക്ഷെ ജീസസ് നിർവഹിച്ചു. അതാ, ഞാൻ നിർവഹിച്ചിട്ടില്ലായിരുന്നു, ജീസസ് നിർവഹിച്ചു. അതാ നമ്മൾ കാണുന്നേ. ജീസസ് നിർവഹിച്ചിട്ടില്ലാത്തവരുമായിരുന്നു, ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. നിർവഹിക്കാത്ത നിങ്ങൾ നിർവഹിച്ചവരെ പോലെയായി. എവിടെ? ദൈവത്തിന്റെ സ്നേഹത്താൽ. Amen. You did not fulfill the law, but Jesus did. His merit is now counted in your account. Amen. ഇന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി എന്താ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ക്രൈസ്റ്റില്? ആധിപത്യങ്ങളുടെ 15-ാമത്തെ വാക്യം ഇനിയൊക്കെ വായിക്കുമ്പോഴത്തേനും നിങ്ങൾ കസര ഇരിക്കുന്നവരൊക്കെ ചാടി എഴുന്നേറ്റ് കേൾക്കേണ്ടി വരും. അത്രയ്ക്ക് വാക്യങ്ങളായി. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ആധിപത്യങ്ങളുടെയും ആധിപത്യങ്ങളെയും 14-ാമത്തെ വാക്യം മുതൽ നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചു കളയുകയും. നോക്കണം, ഇൻ ക്രൈസ്റ്റില് ഹൗ സേഫ് വി ആർ എന്നുള്ളത് പറയുക. നമുക്ക് വിരോധമായിരുന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇംഗ്ലീഷ് വായിക്കാം. He disarmed the rulers and authorities and made a public example of them, triumphing over them in it. കണ്ടോ? അതാണ് നോക്കിയ, നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളഞ്ഞു. ഇന്ന് നിങ്ങൾക്ക് ദോഷമായിട്ട് ഒരു നിയമവും ഇല്ല. എഴുതി വെച്ചിരിക്കുകയായിരുന്നു നിങ്ങൾക്ക് ദോഷമായിട്ട്. അവളുടെ പെടലി വേദന അവളെയും കൊണ്ടേ പോകുള്ളൂ. അവൻ അനുഭവിക്കണം, അവൾ അനുഭവിക്കണം. ഞാൻ കാണിച്ചു കൊടുക്കാം അവനെ, ഞാൻ കാണിച്ചു കൊടുക്കാം അവളെ. അങ്ങനെ അങ്ങ് ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ? എനിക്ക് നിന്നോട് പലതും തീർക്കാനുണ്ട്, പലതും തീർക്കൂടാ, പലതും തീർക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പലതും എഴുതി വെച്ചിരിക്കുകയായിരുന്നു. എഴുതി വെച്ച എല്ലാത്തിനെയും 14-ാമത്തെ വാക്യം, നമുക്ക് ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെ അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. ഡിസാംഡ്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ എന്ത് ചെയ്തു? നിരായുധമാക്കി. അതാ, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. നോക്കിയേ ആ വാക്യം എങ്ങനെയാ നോക്കിയേ. ആധിപത്യങ്ങളെ അധികാരങ്ങളെ അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ ജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഇത് നമ്മളുടെ കണക്ഷൻ എന്നാ? ഒന്നും പിടികിട്ടുന്നില്ല അല്ലേ? മേളി വലിയൊരു രഹസ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി സാമ്പാറിന്റെ കാര്യത്തില്, അവിയലിന്റെ കാര്യത്തില്, ഇനി ബീഫ് കറിയുടെ കാര്യത്തില് ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഒന്നും മനസ്സിലാകത്തില്ല. അത് തന്നെ ഇതുമായിട്ടുള്ള കണക്ഷൻ. കാരണം ഞാൻ സരസമായിട്ട് പറഞ്ഞല്ല, അല്ല നിങ്ങൾ വായിച്ചു നോക്കാം. ഇത് തമ്മിലുള്ള കണക്ക് 15-ാം വാക്യത്തില് വലിയ കാര്യങ്ങൾ പറയുക. ആധിപത്യങ്ങളുടെ അധികാരങ്ങളെ അവൻ നിരായുധമാക്കി, കുരിശിൽ തറച്ച് അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവരെ പരസ്യമായ അവഹേളന പാത്രമാക്കി. ഭക്ഷണപാനീയങ്ങളുടെയും കണ്ടോ, ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ, ഈറ്റ് ആൻഡ് ഡ്രിങ്കിന്റെ കാര്യത്തില്, തീറ്റയും കുടിയുടെ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ.
ആര് നിങ്ങളെ ഭക്ഷണ കാര്യങ്ങൾ ആര് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതൊക്കെയും അതുപോലെ തന്നെ ഉത്സവങ്ങളുടെ, അമാവാസികളുടെ, ശബത്തിന്റെ ആചരണത്തിലും ആര് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഇവയെല്ലാം വെറും പ്രതിച്ഛായകൾ മാത്രം. എന്നാ രഹസ്യമാണ്. അടുത്ത രഹസ്യ, ഇവയെല്ലാം കേവലം പ്രതിച്ഛായകൾ മാത്രം. സാബത്ത് പ്രതിച്ഛായയായിരുന്നു, അമാവാസി പ്രതിച്ഛായയായിരുന്നു, ഉത്സവങ്ങൾ പ്രതിച്ഛായയായിരുന്നു, ഭക്ഷണപാനീയങ്ങളിലുള്ള റെസ്ട്രിക്ഷൻ അതെല്ലാം പ്രതിച്ഛായയായിരുന്നു. ഇവയെല്ലാം വരുവാനിരുന്നവന്റെ അടിവരെ ഇടണേ, എപ്പോഴേലും വിശദീകരിച്ചോണേ. നമ്മുടെ മരിയൻ ടി വിക്കാരൊക്കെ ഇത് നമുക്ക് വിശദീകരിച്ച് തരും, അല്ലെങ്കിൽ നാളെ ഇത് അവർക്ക് വിട്ടുകൊടുത്തേക്കാം നമുക്ക്. 16-ാം വാക്യം, ഭക്ഷണ കാര്യങ്ങൾ ആര് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. ഇതൊക്കെ ഉത്സവങ്ങളും അമാവാസിയും സബത്തും ആചരണത്തിലും ഇവയെല്ലാം വരുവാനിരുന്നവന്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തു. എല്ലാം ക്രിസ്തുവിന്റെ പ്രതിച്ഛായ മാത്രമായിരുന്നു. ശാബത്താചരണത്തിലൂടെ കിട്ടുന്നത് യേശുവിലൂടെ കിട്ടിയെങ്കിൽ, ഉത്സവത്തിലൂടെ കിട്ടുന്നത് യേശുവിലൂടെ കിട്ടിയെങ്കിൽ, തലകുലക്ക്. ഭക്ഷണപാനീയങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിട്ട് കിട്ടുന്നത് യേശുവിലൂടെ കിട്ടിയെങ്കിൽ, അത് കുടിച്ചാൽ ഇത് കഴിച്ചാൽ കിട്ടില്ലെന്ന് പറഞ്ഞത് യേശുവിലൂടെ കിട്ടിയെങ്കിൽ, അത് മേളിന്നേ തുടങ്ങണം, 2:9 തുടങ്ങണം. ഇൻ ഹിം ഓൾ ദ ഫുൾനെസ് ഓഫ് ഗോഡ്. അവനിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചു. എന്നിട്ട് താഴേക്ക് പറയുക, യു ഗോട്ട് എവ്രിതിങ് ഇൻ ഹിം. അവന് നിങ്ങൾക്ക് എല്ലാം കിട്ടി. എല്ലാം കിട്ടി എന്ന് പറഞ്ഞിട്ടാ താഴോട്ട് പറയുന്നത്. ഇനി എന്താ? സാപത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യമില്ല, ഇനി ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യമില്ല. യു ഗോട്ട് എവ്രിതിങ്. അവന്റെ നിഴല് മാത്രമായിരുന്നു അത്. നിങ്ങൾക്കിപ്പം നിഴലല്ല, പൊരുള് കിട്ടി. ഹലോ, മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരുടെ ആരാധനയിൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നോസ്റ്റിക് കോണ്ടെക്സ്റ്റാ. അത് നമുക്ക് ഇന്ന് അത്ര കണ്ട് ആപ്ലിക്കബിൾ അല്ല. ജ്ഞാനവാദികൾ, നോസ്റ്റിസിസം ആണ് ഇതിന്റെ വായനക്കാരുടെ വിഷയം. അത് പറയുന്നത്, ദൂതന്മാരെ ആരാധിക്കുന്നതിൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗശാലകൾ മനസ്സോടുകൂടി വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരാത്രേ. ഭോഗലാലസമായ മനസ്സുകളോടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരെ. ഇനി 19-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ, എന്നിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. അവർ ശിരസിനോട്, ആരാ? നോസ്റ്റിക്കുകാര്, ജ്ഞാനവാദികള്. ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവനും സന്ധികളാലും ശിരസുകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതം അനുസരിച്ച് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. എന്നിട്ട് പറയാം, അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. അടിവരെ ഇട്ടേക്കണേ പ്ലീസ്. 2:19 അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം പ്രശ്ന, അവർക്ക് അമാവാസി പ്രശ്ന, മനസ്സിലായി? അവർക്ക് ആചാരങ്ങൾ പ്രശ്ന, അവർക്ക് ഉത്സവങ്ങൾ പ്രശ്ന. കാരണം അതിലൂടെയൊക്കെ അവർക്ക് കിട്ടുന്നേ. ശിരസിന്ന് കിട്ടുന്നില്ല. ശിരസ് ക്രിസ്തുവാ. ശിരസിന്ന് കിട്ടുന്നവർക്ക് ഡയറക്റ്റാ. അതാ വായിക്കുന്നേ. അവർ ശിരസിനോട് ഗാഢബന്ധം പുലർത്തുന്നില്ല. എന്നിട്ട് പറയാ, ശരീരം ഇസ് ദ ബോഡി. നമ്മള് ശരീരം സന്ധികളാലും സിരകളാലും, കണ്ടില്ലേ? ഞരമ്പും എല്ലാം ഓടുന്ന കണ്ടില്ലേ? ഇതാ ഇഷ്ടം പോലെ കാണാം. ഇതാ സന്ധി ഞരമ്പും എല്ലാം ഓടുന്ന കണ്ടില്ലേ? സന്ധികളാലും ഞരമ്പുകളാലും സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും, ഭയങ്കരവാദം, പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടിയിണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണ്, തലയിൽ നിന്ന് ശരീരത്തിലേക്ക്. നോക്ക് വേഗം പറ, മാറ്റി വെച്ചിരിക്കുക. തലയിൽ നിന്ന് ശരീരത്തിലേക്ക്, സന്ധികളിലൂടെ ഞരമ്പുകളിലൂടെ, കണ്ടോ? കൂട്ടിയിണക്കപ്പെട്ടിരിക്കുക. ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് പോകുന്നില്ലേ?
ഇങ്ങനെയുള്ളവർക്ക്, ഇങ്ങനെ കിട്ടുന്നവർക്ക് പുറത്തുനിന്ന് സ്വീകരിക്കണ്ട, ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടാത്തവർക്ക് പുറത്തുനിന്ന് സ്വീകരിക്കണം. അവർക്ക് അമാവാസിയുടെ പുറകെ പോകണം. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? മായാദർശനങ്ങൾ വിശകലനം ചെയ്തും കൊണ്ട് കപട വിനയത്തിലും ദൂതന്മാരുടെ ആരാധനയിൽ ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗലാലസമായ മനസ്സുകളോടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. അവർ ശിരസ്സോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും ശിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടു, കൂട്ടിയിണക്കപ്പെട്ടു. ഒന്ന് പറഞ്ഞേ, പരിപുഷ്ടമാക്കപ്പെട്ടു, കൂട്ടിയിണക്കപ്പെട്ടു. There is no other reason for your healing. ഈ ഒറ്റ വാക്യം മതി, ഏത് മാരക രോഗവും ഇപ്പൊ പൊട്ടി വീഴും. ഇത് കഴിഞ്ഞിട്ട് മൈഗ്രെയിൻ മാറാൻ ഞാൻ പ്രാർത്ഥിക്കത്തില്ല. 19ാമത്തെ വാക്യം ഇതാ, നിങ്ങളിലേക്ക് എറിയുകയാണ്. 19ാമത്തെ വാക്യം ഒരു 10 പ്രാവശ്യം ഇരുന്ന് വായിക്കാം. നമുക്ക് ഗ്രേസ് മോളെ കൊണ്ടൊന്ന് വായിപ്പിക്കാം. അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും സിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടും കൂട്ടി ഇണക്കപ്പെട്ടും ദൈവഹിതാനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. അത്രയുള്ളൂ. ശിരസ് ക്രിസ്തുവ, ശരീരം ഞാൻ, നമ്മളാ പൂർണ്ണ വളർച്ച പ്രാപിക്കുക. അപ്പൊ 10ാമത്തെ വാക്യത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടത്. എല്ലാ വാഴ്ചയ്ക്കും എല്ലാ അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ അവനിൽ നിങ്ങൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 19ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവഹിതമനുസരണം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത് ഈ ശിരസിൽ നിന്നാണല്ലോ. രണ്ടും കൺഫ്യൂഷൻ ആവൂ. 10ൽ പറഞ്ഞു പൂർണ്ണത വന്നിരിക്കുന്നു, 19ാം വാക്യത്തിൽ പറയുന്നു ഈ ശിരസിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നത് എന്ന്. ഇതാ ഞാൻ പറഞ്ഞത്. One is positional, another one is living a life to the position where we are seated. Okay. അപ്പം ഈ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ പോവാണ്. 19ാമത്തെ വാക്യം, അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്തുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയാ. എന്നൊക്കെ പേടിയാ? ആധിപത്യങ്ങളെ പേടിയാ, അധികാരങ്ങളെ പേടിയാ, എതിരെ എഴുതിയിരിക്കുന്ന നിയമങ്ങളെ പേടിയാ, ഭക്ഷണപാനീയങ്ങളെ പേടിയാ, ഉത്സവങ്ങളെ പേടിയാ, അമാവാസിയെ പേടിയാ, ശബത്ത് ആചരിച്ചില്ല പേടിയാ. 12 കാര്യ വായിച്ചു. ലിഖിത നിയമങ്ങളെ പേടിയാ, മൊത്തം പേടിയ. അവർക്ക് ആകെ പേടിയാ. പിശാച്, പോരാട്ടം, ബന്ധനം. സാത്താൻ ഇങ്ങനെ ചെയ്യും. എന്റെ മകളുടെ പുറകെ വട്ടമിട്ട് ചുറ്റി പറന്ന് നശിപ്പിച്ച് അവളെ ചിന്ന ഭിന്നമാക്കുവാനായിട്ട് കറങ്ങി നടക്കുന്നുണ്ട് എന്തോ ബ്രദറെ. ഇന്നാളൊരാളും പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നു. ബ്രദറോടൊന്ന് പറയാമെങ്കിൽ ഞാൻ അങ്ങ് ഉറപ്പിച്ചോളാം, നോക്കിയിരുന്നാ മതി. വട്ടമിട്ട് മൂളിപ്പാടി ചുറ്റി കുത്തി നോവിച്ച് ചോര കുടിക്കുവാനായിട്ട് പറന്നു കിടക്കുന്ന ശക്തി. കൊതുക്. യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ. ആമേൻ. യു ആർ ഇൻ ക്രൈസ്റ്റ്. യു ആർ എബവ് ഓൾ. പ്രിൻസിപ്പാലിറ്റീസിന്റെ മേളിലാണ് നിങ്ങള്. യു ആർ ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ കർത്താവില്ല. ഹല്ലേലൂയ. അത് മനസ്സിലാക്കാണ്ട് വെറുതെ ഇതിന്റെ കീഴിലുള്ളതൊന്നും പിടിച്ചേക്കരുത്. മായദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപട വിനയത്തിലും ദൈവദൂതന്മാരെ ആരാധിക്കുന്നതിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. കപട വിനയത്തിലും ഇല്ലാത്ത വിനയം, ഭയങ്കര വിനയം. ഉള്ളി ഭോഗലാലസമായ മനസ്സോടെ വ്യർത്ഥമായി അഹങ്കരിക്കുന്നവരത്രേ. ഞാൻ ആരെ വിധിക്കല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ഐ എം നോട്ട്, ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നുള്ള യോഗ്യതയുള്ള ആളൊന്നുമല്ല.
പക്ഷെ ഞാനിവിടെ ഈ വാക്യം അതുപോലെ അങ്ങ് പറയുകയാണ്. ഇത് നമ്മൾ ഇതിന്റെ റിയൽ പിക്ചറിലേക്ക് വരണം, ഈ റിയൽ ക്രിസ്ത്യൻ ലൈഫിലേക്ക് വരണം. ഇതെല്ലാം ബാധിക്കും ആരെയാണെന്നറിയാമോ? അവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാ. അപ്പം ലിഖിത നിയമങ്ങൾ അവർക്ക് പ്രശ്നം, അവർക്ക് വിരോധമായിട്ട് മറ്റവരെന്ത് എഴുതി ഓഫീസിൽ വെച്ചിട്ടുണ്ട്, അവൾ വരുമ്പോ എന്നെ നോക്കാറുണ്ട്, എന്നെ കെട്ടി ചിന്തിക്കാറുണ്ട്, അപ്പുറത്തെ ഞങ്ങൾ കാർ എടുത്തോണ്ട് പോകുമ്പോ അവര് ജനല് തുറന്ന് നോക്കാറുണ്ട്, അപ്പടി അവർക്ക് ഇവരെന്തോ ദോഷം, ഇതെല്ലാം ദിസ് ഈസ് ഓൾ ഈ സിൻ കോൺഷ്യസിൽ നിന്നും ഫിയർ കോൺഷ്യസിൽ നിന്നും വരുന്നതാണ്. ഇതൊന്നും ക്രിസ്തുവിൽ നിന്ന് വരുന്നതല്ല. ക്രിസ്തുവിൽ നിന്ന് വരുന്ന എന്നാന്ന് കേട്ടോ? അവർ ശിരസിനോട് ഗാഠബന്ധം പുലർത്താത്തവരത്രേ. ഗാഠബന്ധം ശിരസിനോട് പുലർത്തുന്ന ഒറ്റ വർണ്ണത്തിന് ശിരസിനെ അല്ലാതെ വേറൊന്നും കാണാൻ പറ്റത്തില്ല. ശിരസിൽ നിന്നുള്ള ബന്ധം അല്ലാതെ വേറൊന്നും കാണാൻ പറ്റത്തില്ല. അവര് പറയും ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും ശിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടു. എത്ര മണിക്കൂർ വേണം അതൊന്ന് വിശദീകരിക്കാൻ. നിങ്ങളൊന്ന് വാക്യം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ പ്ലീസ് 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 പ്ലീസ്. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ ആ വാക്യം. ശരീരം മുഴുവൻ സന്ധിബന്ധങ്ങളാലും. നോക്കി ആ വാക്യം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തേ പ്ലീസ്. എന്താ വചനം പറയുന്നത് ഒന്ന് കേട്ടെ. ശരീരം മുഴുവനും സന്ധിബന്ധങ്ങളാലും. ശരീരം എന്ന് പറയുമ്പോൾ ഓർത്തോണം നമ്മുടെ ശരീരമാണ്. തലയെന്ന് പറയുമ്പോൾ ശിരസ് എന്ന് പറയുമ്പോൾ ഓർത്തോണം. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? നമ്മുടെ മാത്യു ബ്രദർ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? വേഴ്സ് 90 അവസാനിപ്പിക്കുക. തീർന്നു, സമയം തീർന്നു. And not holding fast to the head, from whom the whole body, nourished and held together by its ligaments and sinews, grows with the growth that is from God. എന്റെ പാട്ടുകാരാ, നറിഷ്ഡ് എന്നുള്ള പദം ഒന്ന് ഉറക്കെ വായിച്ചു. 19 അല്ലേ? Nourished and held together by its ligaments and sinews. Nourished. Nourishment, cherishment, flourishment. You are nourished. You are flourished. Hallelujah. You are cherished. Hallelujah. From the head. ശിരസീന്ന്. അതുകൊണ്ടാ ഇനി ഔട്ട്സൈഡിൽ നിന്ന് നറിഷ്മെന്റ് ഒന്നും വേണ്ട. ഔട്ട്സൈഡിൽ നിന്ന് ഒന്നും കിട്ടുകയല്ല. ഡിസ്ട്രക്ഷൻ മാത്രമേ ഔട്ട്സൈഡിൽ നിന്ന് കിട്ടുള്ളൂ. നെഗറ്റീവ്സ് മാത്രമേ കിട്ടുള്ളൂ. നീ കൊള്ളത്തില്ല, നിന്റേത് കൊള്ളത്തില്ല, ഒന്നും കൊള്ളത്തില്ല, നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല, കൊള്ളത്തേ ഇല്ല, ശരിയാവത്തില്ല എന്നേ കേൾക്കത്തുള്ളൂ പുറത്തുനിന്ന്. ബട്ട് അവിടെയാണ് അറിയേണ്ടത്. നോ, ഐ ആം നറിഷ്ഡ് ഫ്രം ദി ഹെഡ്. തല മുതൽ പാദം വരെ, each days of your life you will be filled with the nourishment of God. Why? Because you are connected to the head. That head is Christ. Here we go. പ്രാർത്ഥിക്കാം. കൈ രണ്ടും വിരിച്ചു ഉയർത്തി പിടിച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയുടെ വചനങ്ങൾ എന്നോട് ചേർന്ന് പറയുക. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഉച്ചത്തിൽ നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങളായിരിക്കുന്ന മുറി മുഴുവൻ മുഴങ്ങുന്ന ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ ഞാൻ ഈ സമയത്ത് പറയുന്ന ഈ പ്രാർത്ഥന എന്നോട് ചേർന്ന് ഏറ്റു പറയാം. കർത്താവായ യേശുവേ, ജീവന്റെ ഉറവിടമേ, ഞാൻ വലിയ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. എനിക്ക് സത്യവാസ്തവമായി മനസ്സിലായി ഞാൻ എത്ര സുരക്ഷിതനാണ്, ഞാൻ എത്ര സുരക്ഷിതയാണ്. ഈശോയിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ സുരക്ഷിത ബോധത്തിനായിട്ട് നന്ദി. ഈ സമയത്ത് എന്റെ ശരീരത്തിലേക്ക് കൊളോസോസ് 2:19 പ്രകാരം സന്ധിബന്ധങ്ങളാലും ശിരകളാലും പരിപുഷ്ടമാക്കപ്പെട്ടു, കൂട്ടിയിണക്കപ്പെട്ടു, ദൈവാഹിതപ്രകാരമുള്ള പരിപൂർണ വളർച്ച ഞാൻ എന്നിലേക്ക് സ്വീകരിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ജീവന്റെ ഉറവിടമേ, നന്മയുടെ ആധാരമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, വണങ്ങുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ പ്രതിഷ്ഠിക്കുന്നു. പുത്രൻ മാറോട് ചേർന്ന് നിന്ന ആ വിമല ഹൃദയ പ്രതിഷ്ഠയിലേക്ക് എന്നെ പ്രതിഷ്ഠിക്കുന്നു.
സകല വിശുദ്ധരുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ മാലാഖമാരെ സംരക്ഷണത്തിന് മതിൽ തീർക്കണമേ. കർത്താവായ ക്രിസ്തുവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ഞങ്ങളെ തൊട്ട് സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ പീഡിതരെ വിടുവിക്കുകയും ഡിപ്രസ്ഡ് ആയിരിക്കുന്നവരെ നറീഷ് ചെയ്യുകയും എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിടത്ത് പ്രതീക്ഷ നൽകുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ആമേൻ.